പ്രശാന്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പുലർത്തേണ്ട അച്ചടക്കം പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് സസ്പെൻഷന് ഇരയായിരിക്കുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ്. തന്നേക്കാൾ മുതിർന്ന ഒരു IAS ഓഫീസറെ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന ആരോപണം പ്രശാന്ത് പോലും നിഷേധിക്കുന്നില്ല. ഫേസ്ബുക്കിലൂടെ പ്രശാന്ത് പരിഹസിച്ച ചിത്രം വരെയിട്ട് കുറ്റം പറഞ്ഞ അഴിമതിക്കാരനാണ്, മാടമ്പള്ളിയിലെ മനോരോഗിയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഡോക്ടർ ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ ഇപ്പോൾ ധനവകുപ്പിൽ പണിയെടുക്കുന്ന ആളാണ്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രശാന്ത് പരസ്യമായി ഒരു മേലുദ്യോഗസ്ഥനെ പരിഹസിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ പ്രശാന്ത് അതിന് പറയുന്ന ന്യായം തന്നെ അഴിമതിക്കാരനാക്കാൻ ബോധപൂർവം വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്ത വരുത്തി എന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തപ്പോൾ താൻ അഴിമതിക്കാരനാണ് എന്ന് സാധാരണ മനുഷ്യരിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് കൊണ്ട് തനിക്ക് പ്രതികരിക്കേണ്ടി വന്നുവെന്നാണ്. അതിന് തനിക്ക് വിസിൽ ബ്ലോവർ നിയമത്തിന്റെ പരിരക്ഷ കിട്ടും എന്നും പ്രശാന്ത് പറയുന്നു.